വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇപ്പോൾ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന പുട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പുട്ടുകുറ്റിയിലാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ചെയ്യുന്നത്. നിങ്ങളെ വീട്ടിൽ ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല ഈസിയാണ്, കഴിക്കാനേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം. പിന്നെ ഇന്ന് മധുരമായിട്ട് വരാൻ വേറെ റീസണും കൂടെ ഉണ്ട്. നമ്മളെ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടണ് എനിക്ക് ഈ ആഴ്ചയാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഈ പാർസൽ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിരുന്നു. പിന്നെ പൊളിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരെയും കാണിച്ചിട്ട് തന്നെ പൊളിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇതൊരു വീഡിയോ എടുത്ത് വെച്ചു. ഈ ബോക്സ് തുറന്നു കഴിഞ്ഞപ്പം ഇതുപോലെ ആദ്യം തന്നെ ഒരു ലെറ്ററാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയതിന് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെറ്ററാണ്. ലെറ്ററൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രത്തോളം എത്തിയിട്ടുള്ളത്. അതിനെല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഇനിയും മുന്നോട്ടുണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവണം. നമ്മളെ ചാനൽ 100K ആയിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഈ ഒരു പ്രശ്നമൊക്കെ കൊണ്ടാണ് ഡിലേ ആയതെന്നാണ് എനിക്ക് മുന്നേ മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടണ്. ഇതിൽ നമ്മുടെ ചാനലിൻ്റെ പേരും ഉണ്ട്, എൻ്റെ പേരും ഉണ്ട്. എനിക്ക് എന്താ നിങ്ങളോട് എല്ലാവരോടും പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും സന്തോഷമായിരുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്തായാലും ഈ ഒരു സന്തോഷം നമുക്ക് മധുരം വെച്ച് തന്നെ തുടങ്ങാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നട്ട്സ്, അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം, സേമിയ യൂസ് ചെയ്യാം, ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ മെയിനായിട്ട് വേണ്ടത് പുട്ടുംകുറ്റിയാണ്. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പം ചില്ലിടുന്ന പോലെ തന്നെ പുട്ടുംകുറ്റിനകത്ത് ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസ്ക്രീം ഇട്ടിട്ട് ലെവൽ ചെയ്യാനായിട്ട് കുത്താനായിട്ട് ഇതുപോലെയുള്ള ഒരു കുഴലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പുട്ട് കുത്തുന്ന ആ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മതി. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഐസ്ക്രീം തന്നെയാണ്. ഞാനിപ്പോൾ 4 ഫ്ലേവറുള്ള ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എത്ര എണ്ണം വേണമെന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്ട്രോബെറിയും വാനിലയും മാംഗോ അതുപോലെ തന്നെ പിസ്ത ഐസ്ക്രീമുമാണ്. അതുപോലെ തന്നെ ഒരു ഐസ്ക്രീം സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒരു കപ്പ് ചൂടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ പുട്ടുകുറ്റിൻ്റെ അകത്തേക്ക് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഏറ്റവും ബെസ്റ്റ് ആദ്യം കോൺഫ്ലേക്സ് ഇടുന്നതാണ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ മെൽറ്റായാലും ഒരുപാടൊന്നും താഴെ പോവില്ല. നമ്മളിത് ലെയർ ചെയ്ത് വരുമ്പോഴേക്ക് തന്നെ അടിയിൽ നിന്ന് മെൽറ്റാവാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്യും വേണം. ആദ്യം തന്നെ ഞാൻ കോൺഫ്ലേക്സിൻ്റെ മേലെയായിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. വനില ഐസ്ക്രീമാണ് ഇടുന്നത്. നിങ്ങളിടുന്ന ഐസ്ക്രീം എല്ലാം ഈക്വൽ എമൗണ്ടിൽ ഇടാനായിട്ട് നോക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ലെയറിങ് കിട്ടുക. ഞാനിപ്പോൾ 2 സ്കൂപ്പാണ് ഐസ്ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ആ ഒരു ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഴലെടുത്ത് വെച്ചിട്ടില്ലേ, അതും ഇതേപോലെ തന്നെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് മുക്കി കൊടുക്കണം. അതിനുശേഷം വേണം നിങ്ങൾ ഐസ്ക്രീം ലെവൽ ചെയ്യാനായിട്ട്. അപ്പോഴേ ഇത് കറക്റ്റായിട്ട് ഐസ്ക്രീം ലെവലായിട്ട് ആ ഒരു പുട്ടിൻ്റെ ഷേപ്പിലായി കിട്ടുള്ളൂ. നിങ്ങളിത് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടില്ല, ഡയറക്റ്റായിട്ട് ഐസ്ക്രീമിന് മേലെ വെച്ച് കുത്താനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ ഐസ്ക്രീം ഇതിൻ്റെ മേലെ തന്നെ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കുന്നത്. ചെറിയ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം നല്ല സെറ്റായിട്ട് തന്നെ അതിൻ്റെ മേലെ കിടന്നോളും. അതിനുശേഷം ഇതുപോലെ എന്തെങ്കിലും ഐസ്ക്രീമിൻ്റെ ഭാഗം ഒക്കെ ഈ കുട്ടുകുറ്റീൻ്റെ ആവുന്നുണ്ടെങ്കിൽ അതൊന്ന് തുടച്ചു കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത ലെയർ ഇടുമ്പോൾ അതിൻ്റെ മേലെ കളർ മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിനി ഇതിൻ്റെ ഇടയിൽ തേങ്ങ ഇടുന്നതിന് പകരമായിട്ട് ആൽമണ്ടാണ് ഇടുന്നത്. അതായത് നമ്മൾ പുട്ടിൻ്റെ അകത്ത് തേങ്ങ ഇടുമല്ലേ, അതിൻ്റെ പകരം ഇതുപോലെ നുറുക്കി നട്ട്സാണ് ഇടുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും ഇടാം. ഇനി നമുക്കിതിന് മേലെ മാംഗോ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചുടുവെള്ളത്തിൽ മുക്കിയിട്ടുള്ള ആ ഒരു കുഴൽ വെച്ച് അമർത്തി കൊടുക്കുക. എന്നിട്ട് അടുത്ത ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഐസ്ക്രീം ഇതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാനായിട്ട് ആരും മറക്കരുത്. ഞാനിപ്പോൾ അതാ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കേക്കിലൊക്കെ ഇടില്ലേ, ആ ഒരു ടൂട്ടി ഫ്രൂട്ടിയാണ്. ബേക്കറിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൻ്റെ മേലെ സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടെൻഡർ കോക്കനട്ടോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഇടുന്ന ഐസ്ക്രീമിൻ്റെ സ്കൂപ്പിൻ്റെ അളവില്ലേ, അതും ചിലപ്പം ഒന്ന് ഡിഫറൻസ് ഉണ്ടാവും. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന പുട്ടുകുറ്റീൻ്റെ വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഐസ്ക്രീം ഇടേണ്ടി വരും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ഐസ്ക്രീമിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക.
ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചെറി കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ലാസ്റ്റത്തെ ഫ്ലേവർ, അതായത് പിസ്ത ഫ്ലേവർ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ്. പിസ്ത ഫ്ലേവറുള്ള ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് അമർത്തിയിട്ട് അതിനുശേഷം നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ കയ്യിലുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കണം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പുട്ട് പുറത്തേക്ക് കുത്തിയെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് മെൽറ്റായിട്ടാണ് വരിക. അപ്പോൾ ഇത് ഉടനെ തന്നെ അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. അപ്പോഴേ കറക്റ്റ് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ഇങ്ങനെ എന്താ പറയുക കോൺഫ്ലേക്സും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇങ്ങനെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം പുറത്തെടുത്തിട്ട് തൊട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഐസ്ക്രീം ഹാർഡായിട്ടുള്ള ടെക്സ്ചർ തന്നെയാണ് ഉള്ളത്. പുട്ടുകുറ്റിയൊക്കെ നല്ല ഫ്രോസൺ ആ ഒരു തണുപ്പിലെത്തിയിട്ടുണ്ട്. മിനിമം ഒരു 2 hours എങ്കിലും വെക്കുക. കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലത്. അതിനുശേഷം സാധാരണ നിങ്ങൾ പുട്ട് കുത്തുന്ന അതേപോലെ തന്നെ ഇതുപോലെ പുട്ട് ബാക്കിൽ നിന്ന് കുത്തിയിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ആ ചില്ല് കൂടെ എടുത്ത് കളയാം. അതിനുശേഷം ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും അതേപോലെ തന്നെ കുറച്ച് സ്ട്രോബെറി സിറപ്പൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം കാണാനും കളർഫുള്ളാണ്. എല്ലാ ഐസ്ക്രീമും അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എപ്പോഴും ഉണ്ടാവണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.